ഹായ് എല്ലാവർക്കും മൂന്നാർ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ റൂമിലെത്തി. പുറത്ത് നല്ല അടിപൊളി മഴയാട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഓരോ കോട്ടേജ് പോലെയാണ് ഇവിടുത്തെ ഓരോ റൂംസ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് റൂം. ഫസ്റ്റ് കയറി വരുന്നത് ലിവിങ് റൂമാണ്. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു വാഷ്റൂം അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റാൻഡിങ് മിററുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ സൈഡിൽ ടേബിളിൽ ഒരു ചെറിയൊരു ടീ ആൻഡ് കോഫി സെഷൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ടാണ് ഡ്രസ് ചേഞ്ചിങ് ഏരിയ. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വാഷ്റൂമും കൂടെ ഉണ്ട്. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ടും പുറത്തേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോർ അവർ കൊടുത്തിട്ടുണ്ട്. പുറത്ത് ആ മഴ പെയ്യുന്നതിൻ്റെ സൗണ്ട് ഞാൻ കുറച്ച് നേരം നിങ്ങളെ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതിവരുടെ പ്രോപ്പർട്ടിയിലെ ആക്ടിവിറ്റീസാണ്. മോർണിംഗും ഈവനിങ്ങുമായിട്ട് ഇവർക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. നമ്മൾ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവരുടെ ടീ ടേസ്റ്റിംഗ് സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ പയ്യെ നടന്ന് പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. മഴ നിന്നിട്ടേ ഇല്ല. പഴയ കാലത്തെ ചായക്കടയൊക്കെ നമ്മൾ ഓർക്കുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരിവിടെ ടീ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ അധികം ടീ പൗഡേഴ്സ് എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ടേസ്റ്റ് ടെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഫസ്റ്റിൽ തന്നെ നമ്മൾ ഓരോരോ ടീയെ പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കും. Now you can check the colors here. Everything is different. This is how our green tea looks like. You can see it's a green color. So this is the exact green tea. It's like a golden color. Just before the black tea. This is the lightest black tea ever. As you can see, the quantity of the tea powder almost similar. So but color wise totally different. നമ്മൾ ടീ ടൈം കഴിഞ്ഞിട്ട് ഒരു പ്ലാന്റേഷൻ വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. മഴ ചെറുതായിട്ട് തോർന്നു, പക്ഷേ നല്ല മഞ്ഞൊക്കെ കയറി കിടപ്പുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതിൽ നടക്കാനായിട്ട്. കാരണം വണ്ടികളോ ആളുകളോ ഒന്നും അധികം ഈ വഴിയില്ല. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇതിൽ പോകാനായിട്ട്. ഇതാണ് ഇന്നലെ നമ്മൾ താമസിച്ച കോട്ടേജിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ കൂടുതലും കേരള ഫുഡുകളാണ്. കപ്പ, അപ്പം, ഇടിയപ്പം, പിന്നെ പുട്ട്, ദോശ, അങ്ങനെ കുറച്ച് ഐറ്റംസ്, പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് പോയി. ചെറിയൊരു ട്രെക്കിംഗ് ആണ്. ഒരു കാർഡമം പ്ലാന്റേഷൻ്റെ ഉള്ളിലൂടെ ട്രെക്ക് ചെയ്ത് നമ്മൾ മുകളിൽ ചെന്ന് അവിടെ നിന്നൊരു മൗണ്ടെയിനുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ട്രെക്കിങ്ങിൽ പോകുന്ന വഴിക്ക് ചെറിയ അരുവികളും പാലവും പാറക്കെട്ടും പിന്നെ നമ്മുടെ കൂടെയുള്ള ഗൈഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. കാർഡമം പ്ലാന്റേഷനെ പറ്റിയും
അതിലുള്ള ചെറിയ ചെറിയ ജീവികളും കാര്യങ്ങളെല്ലാം പുള്ളി നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെക്കിങ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക, ഡെഫിനറ്റ്ലി പോവുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. ട്രെക്കിങ്ങിൽ നമ്മുടെ കൂടെ കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ കുറച്ച് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അവരുടെ കൂടെ എല്ലാം പോകാനായിട്ട്. It's only just a second turning right now here. അത്യാവശ്യം രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമാണ് മരങ്ങളുടെ ഇടയിലൂടെ കോടമഞ്ഞൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ആ മൗണ്ടൈൻ്റെ ഏറ്റവും മുകളിൽ നമ്മളെത്തി. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ മഞ്ഞ് മൂടിയുണ്ട്, നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു. എപ്പോഴും മണ്ണ് നല്ല വെറ്റായതുകൊണ്ട് തന്നെ കാട്ടിൽ കുറേ അട്ടകളുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ കൂടെ വന്ന കുറച്ച് ആൾക്കാരെയൊക്കെ കടിച്ചായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും പയ്യെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. നമ്മളിന്ന് ടോൾ ട്രീസിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ താമസിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. റേറ്റും കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ഓൺ സീസൺ അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അവിടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.